Hello, welcome back, my dear learners. This is me, Shakila. You're watching me on Shaki's English class. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ആദ്യം നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് നോക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വർത്തമാന കാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഞാൻ സ്കൂളിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുന്നു. അതെങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഐ ആം ഗോയിങ് ടു സ്കൂൾ. കുട്ടികൾ ക്ലാസ്സിൽ ശബ്ദമുണ്ടാക്കുകയാണ്. കുട്ടികൾ ക്ലാസ്സിൽ ശബ്ദമുണ്ടാക്കുകയാണ്. അതെങ്ങനെ പറയാം? Children are making noise in the class. Children are making noise in the class. ടീച്ചർ അറ്റൻഡൻസ് എടുക്കുകയാണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? The teacher is taking attendance. The teacher is taking attendance. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. They are playing cricket. They are playing cricket. അവനൊരു പ്രോജക്റ്റിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ പറയാം? ഹീ ഈസ് വർക്കിംഗ് ഓൺ എ പ്രോജക്റ്റ്. ഹീ ഈസ് വർക്കിംഗ് ഓൺ എ പ്രോജക്റ്റ്. കുട്ടികൾ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ പറയാം? ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. ഞാൻ മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ ആം വാച്ചിങ് എ മൂവി. ഐ ആം വാച്ചിങ് എ മൂവി. ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ടീച്ചർ ഈസ് എക്സ്പ്ലെയിനിങ്. ദ ടീച്ചർ ഈസ് എക്സ്പ്ലെയിനിങ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ കണ്ടത്? ഐ വരുമ്പോൾ ആം ചേർക്കണം. യു വി ദേ വരുമ്പോൾ ആർ ചേർക്കണം. ഹി ഷീ ഇറ്റ് വരുമ്പോൾ ഈസ് ചേർക്കണം. ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്ത്, മീൻസ് ഭാവി കാലത്ത് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന കാര്യത്തെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇന്നലെ രാത്രി നീ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യു വേർ വാച്ചിങ് ടി വി ലാസ്റ്റ് നൈറ്റ്. യു വേർ വാച്ചിങ് ടി വി ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ മഞ്ഞു പെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ മഞ്ഞു പെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് സ്നോയിങ് യെസ്റ്റർഡേ. ഇറ്റ് വാസ് സ്നോയിങ് യെസ്റ്റർഡേ. ഇന്നലെ നീ നിൻ്റെ ഹോംവർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ നീ നിൻ്റെ ഹോംവർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. യു വേർ ഡൂയിങ് യുവർ ഹോംവർക്ക് യെസ്റ്റർഡേ. യു വേർ ഡൂയിങ് യുവർ ഹോംവർക്ക് യെസ്റ്റർഡേ. ഇന്നലെ രാത്രി അവർ അവരുടെ പരീക്ഷയ്ക്ക് പഠിക്കുകയായിരുന്നു. ദേ വേർ സ്റ്റഡിങ് ഫോർ ദെയർ എക്സാം ലാസ്റ്റ് നൈറ്റ്. They were studying for their exam last night. ട്രെയിൻ അതിവേഗത്തിൽ ഓടുകയായിരുന്നു. The train was running at full speed. The train was running at full speed. മഴ തുടങ്ങിയപ്പോൾ അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. They were playing cricket when it started raining. They were playing cricket when it started raining. അവൻ രാത്രി ഒരു പ്രോജക്റ്റിന് വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു. അവൻ രാത്രി ഒരു പ്രോജക്റ്റിന് വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു. ഹി വാസ് വർക്കിംഗ് ഓൺ എ പ്രോജക്റ്റ് ലേറ്റ് നൈറ്റ്. ഹി വാസ് വർക്കിംഗ് ഓൺ എ പ്രോജക്റ്റ് ലേറ്റ് നൈറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഐ ഹി ഷീ ഇറ്റ് സിംഗുലർ വരുമ്പോൾ വാസും യു വി ദേ പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ വേറുമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവി. ഭാവിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പം തന്നെ ഊഹിച്ച് പറയുകയാണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നാളെ രാവിലെ 8 മണിക്ക് ഞാൻ ഓഫീസിൽ പോകുന്നുണ്ടായിരിക്കും. നാളെ രാവിലെ 8 മണിക്ക് ഞാൻ ഓഫീസിൽ പോകുന്നുണ്ടായിരിക്കും. ഇതെങ്ങനെ പറയാം? ഐ വിൽ ബി ഗോയിങ് ടു ദ ഓഫീസ് അറ്റ് 8 AM ടുമോറോ മോർണിംഗ്. ഐ വിൽ ബി ഗോയിങ് ടു ദ ഓഫീസ് അറ്റ് 8 ടുമോറോ മോർണിംഗ്. ഈ ശനിയാഴ്ച ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും. ഈ ശനിയാഴ്ച ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും. വി വിൽ ബി ഈറ്റിംഗ് ഔട്ട്സൈഡ് ഓൺ ദിസ് സാറ്റർഡേ. We will be eating outside on this Saturday.
നീ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ നീന്തുന്നുണ്ടായിരിക്കും. നീ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ നീന്തുന്നുണ്ടായിരിക്കും. ഇതെങ്ങനെ പറയാം? We will be swimming when you return. We will be swimming when you return. നാളെ ഈ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരിക്കും. ഇതെങ്ങനെ പറയാം? നാളെ ഈ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരിക്കും. It will be raining this time tomorrow. It will be raining this time tomorrow. നാളെ ഈ സമയത്ത് അവൻ അവൻ്റെ ചങ്ങാതിമാരെ കാണുന്നുണ്ടായിരിക്കും. ഇതെങ്ങനെ പറയാം? He will be visiting his friends this time tomorrow. He will be visiting his friends this time tomorrow. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റ് വന്നാലും അതിൻ്റെ കൂടെ will be ആണ് ചേർക്കേണ്ടത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. If you like my video, please like, share and subscribe to my channel.